മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഈ ഡൽഹിയിലെ നജഫ്ഘട്ടിലെ സോഷ്യൽ വിഷൻ നടത്തുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഒന്നാണ് ഈ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഒരുപാട് കുട്ടികൾ ഓട്ടിസം, ഡൗൺ സിൻഡ്രം, പിന്നെ ഒന്ന് രണ്ട് അസുഖങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ബാധിച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികൾ, അവർക്ക് അവിടെ റെഗുലർ സ്കൂളിൽ പോകാനുള്ള സ്കൂളിൽ അവർ ചേർക്കില്ല. ഇവർക്ക് മാത്രമായിട്ടുള്ള സ്കൂളുകളിൽ കൊണ്ടുവിടാനായിട്ടുള്ള ചേർക്കാനായിട്ടോ കൊണ്ടുവിടാനായിട്ടുള്ള സൗകര്യമൊന്നും ആ വീടുകളിൽ ആർക്കുമില്ല. തന്നെ അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ വളരെ ദൂരത്തുമാണ്. അപ്പം ഇവർ ചെയ്യുന്ന ഒരു നല്ല കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ മാതാപിതാക്കന്മാരോട് ഇവിടെ രാവിലെ കൊണ്ടുവിടുക, അവർക്കായിട്ട് സ്കൂൾ നടത്തുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ വാടകയ്ക്ക് എടുത്ത സ്ഥലത്താണ് അത് നടത്തുന്നത് തന്നെ. ഇവരുടെ വോളണ്ടിയേഴ്സ്, നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവരെ കൂടിയാണ് അത് നടത്തുന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ 61 കുട്ടികളുണ്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ. ഞാൻ എന്നോടത്ത് നേരത്തെ എല്ലാം ഞാൻ ആ കുട്ടികളുടെ അടുത്താണ് ആദ്യം പോയത്. അവിടെ ചെന്ന കുട്ടികളോട് കുറച്ചു നേരം ഒന്ന് ഇടപഴകി. അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു ആവേശവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ചിന്ത ഉപയോഗിക്കുന്നത്. ഞാൻ നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി, ആ കുട്ടി ഒരു ഓട്ടിസ്റ്റിക് കുട്ടി തന്നെയാണ്. അവനൊരു 12-13 വയസ്സുകാരായിരിക്കും. അവനിങ്ങനെ മാറി ഒരു വിഷാദത്തോടെ എവിടെ ഒരു സ്ഥലത്തിൽ ഇത്രയും വലിയൊരു ഉത്സാഹത്തിൽ പങ്കുചേരുന്നില്ല. അപ്പം ഞാൻ അവരെ നോക്കുന്ന കുട്ടികളോട് അവനെ അവനെ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞത്. അവന് കഷ്ടി നടക്കുന്നുണ്ട്, ശരിയാ. അവനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ എൻ്റെ മടിയിലിരുത്തി. അവൻ എൻ്റെ മടിയിലിരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നേരെ എന്നെ തിരിഞ്ഞ് അവൻ എന്നെ അങ്ങ് ഹഗ് ചെയ്തു. 2 കൈയും കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങ് കുറച്ചു നേരം ഇരുന്നു. ഞാനും അവനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. അവൻ എന്ത് ചെയ്താ വിടുന്നില്ല. അപ്പം ടീച്ചർമാർ പറയുന്നുണ്ട്, കാരണം എനിക്ക് അടുത്ത മീറ്റിംഗിന് വരാനുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, വേണ്ട, അവനെ ശല്യമൊന്നും ചെയ്യണ്ട, അവനോട് ഇരിക്കട്ടെ. പിന്നെ മറ്റു കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ചേർത്ത് നിർത്തിയും മടിയിലിരുത്തിയും വർത്താനം പറഞ്ഞും ഫോട്ടോ എടുത്തു കൊടുത്തും അങ്ങനെ അധികം നേരം ചെലവഴിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ പ്രത്യേകിച്ച് വീക്ഷിക്കേണ്ട ഒരു കാരണം, ഈ കുഞ്ഞിന്റെ മാത്രമല്ല പലരെയും ഞാൻ ഇതുപോലെ കണ്ടു, അവരേക്ക് അതുപോലെ വിളിക്കുകയും ചെയ്തായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവരുടെ ജീവിതത്തിൽ അവരുടെ പരാധീനത അല്ലെങ്കിൽ അവർക്കുള്ള കുറവ് അവരുടെ ഈ ഫിസിക്കൽ ഓർ മെന്റൽ ചലഞ്ച് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല പ്രധാനമായിട്ടും, അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യമോ ദുഃഖവും അല്ല, അതുമല്ല. ഞാൻ കണ്ടത് ഒരു സ്നേഹക്കുറവാണ്. മദർ തെരേസ പറഞ്ഞൊരു നിരീക്ഷണമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതും. ദി ഗ്രേറ്റസ്റ്റ് പോവർട്ടി ഇൻ ദ വേൾഡ് ഈസ് നോട്ട് പോവർട്ടി ഓഫ് റിച്ചസ് ഓർ വെൽത്ത്, ഈസ് പോവർട്ടി ഓഫ് ലവ്. ഈ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദാരിദ്ര്യമല്ല, അത് സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. മനുഷ്യനെ സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒന്നും കഴിയുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ അവരെ സ്നേഹിക്കാനും അവരൊന്ന് തലോടാനും അവരൊന്ന് ആശ്ലേഷിക്കാനും അവരൊന്ന് ചേർത്ത് നിർത്താനും ഒക്കെ ഒരാള് അല്ലെങ്കിൽ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്നേഹവും അവരുടെ വികാരവായ്പും അവർക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലേക്ക് പോകും. അതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മിൽ നിന്ന് സഹായം കിട്ടിയവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മെ ഏതെങ്കിലും തരത്തിലുമായിട്ട് നാമായിട്ട് ബന്ധപ്പെടുന്നവരോ ഒക്കെ ഒരുപാട് പേര് നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ആരും ഇല്ലാത്തവരും ആരും അല്ലാത്തവരും ഒന്നും ഇല്ലാത്തവരും ഒന്നിനും കൊള്ളാത്തവരും, ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു വലിയ വിഭാഗം കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ലോകത്തുണ്ട് എന്നും അവർക്കൊക്കെ കുറച്ച് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ അവര്
ഈ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന വലിയ ആളുകളായിട്ട് മാറിയതിൽ നിന്നും നമ്മളിന്ന് കാണുന്ന സാമൂഹ്യ വിരുദ്ധർ എന്ന രീതിയിൽ കാണുന്ന ആളുകളും അല്ലെങ്കിൽ തെരുവിൽ നമ്മൾ കാണുന്ന ആ തരത്തിൽ ജീവിക്കുന്നവരുമൊക്കെ ഇപ്രകാരം സ്നേഹം നിഷേധിക്കപ്പെട്ടവരും സ്നേഹം എന്താണെന്ന് അറിയാത്തവരും അതിന്റെ വില അറിയാത്തവരുമാണ്. വില അറിയാതെ അവരങ്ങനെ തെരുവിൽ വലിച്ചെറിയപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്രകാരം ജീവിക്കാൻ വിധിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളൊക്കെ തന്നെയാണ്. വി ആർ റെസ്പോൺസിബിൾ. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആ പൗരധർമ്മം നാം നിറവേറ്റിയിരുന്നെങ്കിൽ ഇപ്രകാരം ഉള്ള ജീവിതങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരാൾക്കെങ്കിലും ഇപ്രകാരമുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്കെങ്കിലും കുറച്ച് സ്നേഹം കൊടുക്കാൻ, അവരൊന്ന് ചേർത്ത് നിർത്താൻ, അവരെ സ്നേഹിക്കാൻ ആളുണ്ട് എന്നും അവർക്ക് സ്നേഹത്തിന് അവകാശമുണ്ട് എന്നും അവരെ സ്നേഹിക്കുന്നു എന്നും അവർക്കൊന്ന് തിരിച്ചറിയാനൊക്കെ കഴിയുക എന്നുള്ളത് നമുക്ക് ഈ ലോകത്ത് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ് എന്ന് മറക്കാതിരിക്കുക. സ്നേഹം അറിയിക്കുന്നവർക്ക് കൊടുക്കുക. അറിയിക്കാത്തവർക്ക് സ്നേഹം കൊടുത്താൽ അവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഇപ്രകാരമുള്ളവരെ, സ്നേഹത്തിന്റെ വില തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരത് നിധി പോലെ കാത്തു സൂക്ഷിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യും.